കോഴിക്കോട് മാവൂരിൽ ഭിന്നശേഷിക്കാരനായ അമ്മയെയും മകനെയും സാമ്പത്തിക തട്ടിപ്പിനിരയാക്കിയതായി പരാതിക്കാരിയായ പെരുവയൽ സ്വദേശി തങ്കമണിയുടെ സഹോദരൻ വിനോദ് കുമാറാണ് 10 ലക്ഷം രൂപ വായ്പയെടുത്ത് കബളിപ്പിച്ചത്. തിരിച്ചടവ് മുടങ്ങിയതോടെ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലാണ്. ആകെയുള്ള കിടപ്പാടം ജപ്തി ചെയ്താൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് തങ്കമണി പറയുന്നു. 2015 സംഭവങ്ങളുടെ തുടക്കം. തങ്കമണിയെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ചും ലോണിനാവശ്യമായ രേഖകളിൽ സഹോദരൻ വിനോദ് കുമാർ ഒപ്പിട്ടു വാങ്ങിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിരക്ഷരയായ തങ്കമണിയെയും ഭിന്നശേഷിക്കാരനായ മകനെയും കബളിപ്പിച്ച് പെരുവയൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് വിനോദ് കുമാർ ലോൺ എടുത്തത്. അന്ന് കൈയടിച്ചും കണ്ട് നിന്നെ തച്ചും കണ്ടു മക്ക ചെയ്തും കണ്ട് കൂട്ടിക്കൊണ്ടായതാ വണ്ടിമിലേക്ക് ബാങ്കിലേക്ക് ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിനേണ്ടി തച്ച് ഞാൻ പോരില്ല തന്നെ ഒന്ന് തച്ച് ഊരൊക്കെ വച്ച് വേദനയായിട്ട് ഗർഭപാത്രങ്ങൾ താന്ന് എന്നിട്ട് ഇതായപ്പോൾ പിന്നെ എനിക്ക് നടക്കാനാവുന്ന വേദനയായിട്ട് കളിക്കുക. തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശയും പിഴപ്പലിശയുമായി 26 ലക്ഷത്തോളം രൂപ കുടിശ്ശികയായി. ജപ്തി നോട്ടീസ് വീട്ടിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ അല്ലാതെ ഒരു വഴി ഞാൻ കാണുന്നില്ല. എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകും? ആരുമില്ല, ഇവരെ കുടുംബക്കാരും ആരുമില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി എല്ലാവരും തീരുമാനിക്കുക, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. അസുഖബാധിതയായ തങ്കമണിക്കും ഭിന്നശേഷിക്കാരനായ മകൻ മഹേഷിനും ഭാര്യയ്ക്കും കയറിക്കിടക്കാൻ മറ്റൊരിടമില്ല. തൊഴിലുറപ്പ് വേതനം കൊണ്ട് ഓരോ ദിനവും തള്ളി നീക്കുന്ന കുടുംബം ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.